ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അബണ്ടൻസ് അഥവാ ഐശ്വര്യവും സന്തോഷവും വരാൻ നമ്മൾ റെഡിയാണോ? നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തതിന് കാരണം നമ്മൾ അതിന് റെഡി അല്ലാത്തത് കൊണ്ടാണ്. നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്, അല്ലേ? രാപ്പകൽ പണിയെടുക്കുന്നുണ്ട്, വിയർപ്പൊഴുക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തോ ഒന്ന് നമ്മളെ തടഞ്ഞു വെക്കുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് എല്ലാം തരാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ അത് വാങ്ങി വെക്കാൻ നമ്മുടെ കൈകൾ റെഡിയല്ല എന്നതാണ് സത്യം. നമ്മുടെ ഉള്ളിൽ എവിടെയോ ചില ബ്ലോക്കുകളുണ്ട്. ആ ബ്ലോക്കുകൾ എങ്ങനെ മാറ്റാം, എങ്ങനെ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മളെല്ലാവരും വളർന്നു വന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്താഗതിയിലാണ്. നന്നായി കഷ്ടപ്പെട്ടാലേ പണം ഉണ്ടാവൂ, കണ്ണീരൊഴുക്കിയാലേ വിജയിക്കൂ എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിൽ എത്ര പേർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു പേടി തോന്നും? അതായത് എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ ഇനി എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് വിജയത്തെയും പണത്തെയും തടഞ്ഞു വെക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഈ തടസ്സങ്ങൾ മാറ്റി സമൃദ്ധിയിലേക്ക് തിരികെ വരാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ വർഷങ്ങളോളം സർവൈവൽ മോഡിലായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം, കടങ്ങൾ തീർക്കണം, മക്കളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു നമ്മുടെ ഓട്ടം. ഇത് കാരണം എന്ത് സംഭവിച്ചു എന്നറിയാവോ? നമ്മുടെ ശരീരം ഈ കഷ്ടപ്പാടിനോട് അഡിക്റ്റായിപ്പോയി. അപ്പോൾ പെട്ടെന്നൊരു ദിവസം സമാധാനവും സന്തോഷവും വരുമ്പോൾ നമ്മുടെ മനസ്സിനത് വിശ്വസിക്കാൻ കഴിയില്ല. അതായത് നമ്മുടെ ഉള്ളിൽ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നന്നായി കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റൂ എന്ന ചിന്താഗതി നമ്മുടെ മൈൻഡിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അതായത് പല വർഷങ്ങളായി സ്ട്രഗിൾ ചെയ്തും പ്രോബ്ലംസ് സോൾവ് ചെയ്തും ശീലിച്ചതാണ് നമ്മൾ. പെട്ടെന്നൊരു ദിവസം എല്ലാം നന്നായി നടക്കുമ്പോൾ, അതായത് ഒരു ഫീലിംഗ് ഗുഡ് സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ ഒരുതരം പേടിയോ അസ്വസ്ഥതയോ തോന്നും, ഇല്ലേ? ഇത്രയും സന്തോഷം അനുഭവിക്കാൻ ഞാൻ അർഹനാണോ, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഇല്ലാതാവോ എന്നൊക്കെ നമുക്ക് തോന്നും. സത്യത്തിൽ ഈ അബണ്ടൻസ് എന്നത് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ സമൃദ്ധി അനുഭവിക്കാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ. അത് സ്വീകരിക്കാൻ നിങ്ങൾ പുതിയതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചുറ്റും നമ്മൾ കെട്ടിപ്പൊക്കിയ ആ വൻ മതിലുകൾ ഒന്ന് മാറ്റി നോക്കിയാൽ മതി, സന്തോഷം താനേ നമ്മുടെ അടുത്തേക്ക് എത്തും. ഒരു കൊച്ചുകുട്ടിക്ക് ഭക്ഷണം കിട്ടുമോ എന്ന് പേടിയുണ്ടോ? ഇല്ല, അത് കിട്ടുമെന്ന് അതിന് ഉറപ്പാണ്. പക്ഷേ വളർന്നു വരുമ്പോൾ നമ്മൾ ആ ഉറപ്പ് മറന്നുപോയി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പഴയ അവസ്ഥയിലേക്ക്, അതായത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരികെ നടക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ആരെങ്കിലും വന്ന് പറയുകയാണ് നിങ്ങൾ നല്ല നിലയിലായല്ലോ, സന്തോഷമായല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഉടനെ പറയും അതിന് ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് എനിക്കേ അറിയാവൂ. എന്തിനാണ് നമ്മളിങ്ങനെ പറയുന്നത്? കാരണം കഷ്ടപ്പെട്ടാലേ എനിക്ക് ഇതിന് അർഹതയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? കഷ്ടപ്പെടാതെ എന്തെങ്കിലും കിട്ടിയാൽ അത് മോശമാണെന്ന് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജോലി ചെയ്യേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങളുടെ ആരോഗ്യവും സമാധാനവും കളഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും പണിയെടുത്താലേ പണം വരൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്. പണം വരാൻ നിങ്ങൾ കഷ്ടപ്പെടണം എന്നില്ല. നിങ്ങൾ അർഹരാണ് എന്ന് വിശ്വസിക്കുകയാണ് വേണ്ടത്. ബിസിനസ്സിൻ്റെയോ ജോലിയുടെയോ കാര്യം എടുത്താലും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ടൈം കൊടുത്താൽ മാത്രമേ നമുക്ക് പണം കിട്ടുമെന്നാ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല സത്യം. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പാഷൻ, ഇതൊക്കെ ഒരു പാക്കേജായിട്ട് ലോകത്തിന് മുന്നിൽ എത്തിച്ചാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന ഒരു പാസീവ് റവന്യൂ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസോ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസാണ് ഈ ജനറേഷന് മുന്നിലുള്ളത്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശത്തെക്കുറിച്ച് പറയാം. റിസീവിങ്.
നമ്മൾ പലപ്പോഴും കൊടുക്കാൻ മിടുക്കരാണ്, പക്ഷേ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തിരിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കാൻ മടിയാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സിമ്പിൾ കോംപ്ലിമെൻ്റ് കിട്ടിയാൽ പോലും നമ്മൾ എക്സ്ക്യൂസസ് പറയും. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളോട് പറയാണ്, നിങ്ങളെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. ഉടനെ നമ്മുടെ മറുപടി എന്തായിരിക്കും? ഇത് പഴയതാണ്, അല്ലെങ്കിൽ ഇത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയതാണ്. അങ്ങനെയല്ലേ? എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടുന്നത്? ഒരാൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കുന്നത് പോലെയാണ് ഈ മറുപടികളും. പകരം സ്നേഹത്തോടെ ഒരു താങ്ക് യു എന്ന് മാത്രം ഒന്ന് പറഞ്ഞു നോക്കൂ. ആ പോസിറ്റീവ് എനർജി ഫുള്ളായി സ്വീകരിക്കൂ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വീകരിച്ചു തുടങ്ങുമ്പോഴേ വലിയ കാര്യങ്ങൾ, അതായത് വെൽത്ത് ആയാലും ലവ് ആയാലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. ഇതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മുതൽ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അതിനൊരു കാരണവും പറയാതെ വെറുതെ ഒരു താങ്ക് യു മാത്രം പറയുക. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഒരു മാറ്റം കൊണ്ടുവരാം. അതിന് പ്രധാനമായും 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങൾ സ്വീകരിക്കുക. അതായത് ആരെങ്കിലും നിങ്ങളെ പുകഴ്ത്തിയാൽ അത് എന്ത് ചെറിയ കാര്യത്തിനായാലും കുറ്റബോധമില്ലാതെ താങ്ക് യു എന്ന് പറയുക. രണ്ടാമത്തേത്, ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണം ഇല്ലായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് കാണാൻ കണ്ണുകളുണ്ട്, കേൾക്കാൻ ചെവികളുണ്ട്, സ്നേഹിക്കാൻ ആളുകളുണ്ട്. ഈ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പഠിച്ചാൽ മാത്രമേ വലിയ കാര്യങ്ങൾ വരുമ്പോൾ അത് നിലനിർത്താൻ നമുക്ക് കഴിയൂ. പണമോ വിജയമോ വരുമ്പോൾ അത് നമുക്ക് അന്യമായി തോന്നരുത്. അത് നമ്മുടെ സ്വന്തമാണ് എന്ന് നമ്മുടെ ശരീരത്തിന് തോന്നണം. നമ്മുടെ ഉള്ളിലെ സർവൈവൽ മോഡ് മാറ്റേണ്ട സമയം അതിക്രമിച്ചു. എനിക്കെപ്പോഴും കഷ്ടപ്പാടാണെന്ന ഐഡന്റിറ്റിയിൽ നിന്നും എനിക്കെല്ലാം ഈസിയായി ലഭിക്കുന്നു എന്ന മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറണം. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും പണം നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ പൂർവികർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യം നമ്മൾ ആഘോഷിക്കണം. നമ്മുടെ മക്കൾക്കും ഈ ഒരറിവ് നമ്മൾ പകർന്നു നൽകണം. ജീവിതം എന്നാൽ സ്ട്രഗിൾ അല്ല, അത് എൻജോയ് ചെയ്യാനുള്ളത് കൂടിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും അനുഭവിക്കാൻ അർഹതയുള്ളവരാണ്. കഷ്ടപ്പെടുക എന്നത് മാത്രമല്ല നമ്മുടെ ജീവിതം, സന്തോഷിക്കുക എന്നത് കൂടിയാണ്. നിങ്ങളുടെ മുൻ തലമുറയ്ക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ സാധിക്കും. ആ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്